ഹലോ ഹായ് കൂട്ടുകാരെ, കോന്നീസ് മേക്കർ സ്പേസ് യൂട്യൂബ് ചാനലിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം നമ്മൾ ഇന്ന് ചെയ്യുന്ന ഒരു ടെക് വീഡിയോ ആണ്. ടെക് വീഡിയോ എന്ന് നിങ്ങൾ കാണുമ്പം വിചാരിക്കും ഈ വള്ളം കളിക്കിടയ്ക്ക് എന്താണ് ടെക് വീഡിയോ എന്ന്. അപ്പോൾ ഞാനത് വഴിയേ പറഞ്ഞു തരാം. എൻ്റെ വീട് പത്തനംതിട്ട ജില്ലയിലെ കോന്നിയിലാണെന്ന് ഈ വീഡിയോ കാണുന്ന ചിലർക്കെങ്കിലും അറിയായിരിക്കും. എൻ്റെ അമ്മയുടെ വീട് വരുന്നത് ആറന്മുളയ്ക്കടുത്ത് പുല്ലാട് എന്ന് പറയുന്നൊരു സ്ഥലത്താണ്. അതുകൊണ്ട് തന്നെ കുറച്ച് നാളുകൾക്ക് മുന്നേ ഞാൻ വീട്ടിൽ വന്നപ്പം എൻ്റെ മാമൻ എന്നോട് പറഞ്ഞായിരുന്നു, ഒരു പഴയ ഹോം തിയേറ്റർ ഉണ്ട്, അതിൽ ബ്ലൂടൂത്ത് ഫംഗ്ഷൻ ഇല്ല, അപ്പോൾ ഒരു ബ്ലൂടൂത്ത് വെച്ച് കൊടുക്കാമെന്ന് എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതും പ്രകാരം ഞാൻ വരുന്ന വഴിക്ക് കടയിൽ കയറി ഒരു ബ്ലൂടൂത്ത് പാനലൊക്കെ സംഘടിപ്പിച്ചിട്ടാണ് വന്നത്. അപ്പോൾ ഈ കാണുന്ന സാധനമാണ് നമ്മളിന്ന് പണിയാൻ പോകുന്നത്. ഐബെല്ലിൻ്റെ ഒരു പഴയ ഹോം തിയേറ്ററാണ്, 2.1. ആദ്യം തന്നെ ഇതിൻ്റെ ഫ്രണ്ട് പാനൽ നമുക്ക് അഴിക്കേണ്ടതുണ്ട്. ഫ്രണ്ട് പാനൽ അഴിച്ചതിന് ശേഷം നമ്മൾ ഇതിനകത്ത് എല്ലാവരും ചെയ്യുന്ന രീതിയിലല്ല ഞാൻ ഇതിനകത്ത് ചെയ്യുന്നത്. കാര്യം എന്താണെന്ന് വെച്ചാൽ, ആ ഫ്രണ്ട് പാനൽ ഇതിനകത്ത് വെക്കുമ്പം ഭയങ്കര വൃത്തികേടായിരിക്കും. നിങ്ങൾക്ക് പലരെങ്കിലും ഇതിൽ കണ്ടിട്ടുണ്ടാവും. കുറച്ച് ഗ്രൂപ്പ് വയറിട്ട് നമ്മളതിനെ ഒന്ന് എക്സ്റ്റെൻഡ് ചെയ്തെടുത്ത് അങ്ങനെയാണ് ഞാൻ ചെയ്യാറ്. ഇതുപോലെ ചെയ്യുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. ചില കേസിൽ ഇതിൻ്റെ USB പാനൽ കണക്ട് ചെയ്യുന്ന പോർട്ടും ഇതുപോലെ നമ്മൾക്ക് കൊടുക്കേണ്ടതായിട്ട് വരും. പക്ഷേ ഈ കേസിൽ നമുക്ക് ആ പഴയ USB ഇരുന്ന പോർട്ടിൽ തന്നെ ഇത് സെറ്റ് ചെയ്യാനുള്ള ഓപ്ഷനകത്ത് കാണിക്കുന്നുണ്ട്. പിന്നെ പ്രത്യേകം പറയേണ്ട ഒരു കാര്യം, നമ്മൾക്ക് ഈ കിട്ടിയ USB പാനലിൻ്റെ റിമോട്ടും ഈ പ്ലെയറിൻ്റെ റിമോട്ട് ഫംഗ്ഷനും തമ്മിൽ ചെറിയൊരു കോണ്ടാക്റ്റിങ് വരുന്നുണ്ട്. സെയിം കീസ് അല്ല വരുന്നത്, വർക്കിങ് അങ്ങോട്ടും ഇങ്ങോട്ടും ഡിഫറൻസ് ആയിട്ട് വരുന്നത് കൊണ്ട് നമ്മൾ ഈ സെറ്റിൻ്റെ IR റിസീവർ നമ്മൾ റിമൂവ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ പുതിയ USB പ്ലെയറിൻ്റെ IR സെൻസർ നമ്മൾ അഴിച്ച് കുറച്ച് എക്സ്റ്റെൻഡ് ചെയ്ത് ആ ഡിസ്പ്ലേയോട് ചേർത്ത് നമ്മൾ ഒട്ടിച്ച് വെക്കുന്നുണ്ട്. പിന്നെ വീഡിയോയിൽ ഉൾപ്പെടുത്താത്തൊരു കാര്യം, ഇതിൻ്റെ മെയിൻ ബോഡി നമ്മളൊരു 5 വോൾട്ട് എടുത്തിട്ടുണ്ട്. ഫ്രണ്ട് പാനൽ നമ്മൾ അതിന് ഡിസ്റ്റർബ് ചെയ്യാതെ ബൈക്കിലത്തെ മെയിൻ ബോഡി നമ്മൾ ഒരു 5 വോൾട്ട് ഇതിന് കൊടുക്കുന്നുണ്ട്, വർക്കിംഗ് വോൾട്ടേജ് ആയിട്ടുള്ള 5 വോൾട്ട്. അപ്പം സംഭവം എല്ലാം സെറ്റപ്പായിട്ട് വർക്കാവുന്നുണ്ട്. പാട്ട് കേൾപ്പിക്കാത്തത് കോപ്പിറൈറ്റ് ഇഷ്യൂ ഉള്ളതുകൊണ്ടാണ് നമ്മൾ പഴയ 1-2 സോങ്സാണ് ഇതിൽ മാമനെ വെച്ച് കൊടുത്തത്. അപ്പോൾ എല്ലാവരും ഇതുപോലുള്ള നല്ല വീഡിയോയ്ക്കായിട്ട് എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യുക. തെച്ചുമോടെ കൂടിയിരിക്കുന്നതാണ് സാക്ഷാൽ എൻ്റെ മാമനും ഈ ഹോം തിയേറ്ററിൻ്റെ ഓണറും. പാട്ട് കേട്ട മാമനും ഹാപ്പി, വർക്ക് ചെയ്ത നമ്മളും ഹാപ്പി.